ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ട്രൂ വയർലെസ് ഇയർബഡ്സിനെ പറ്റിയിട്ടാണ്. ബോൾട്ടോഡിയോ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഫ്രീപോഡ്സ് പ്രോ എന്നൊരു മോഡലാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ബോൾട്ടോഡിയോയുടെ ഫ്രീപോഡ്സ് എന്ന് പറഞ്ഞ മോഡൽ അവർ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് ഫ്രീപോഡ്സ് പ്രോ എന്ന് പറഞ്ഞ ഈ 2-3 ദിവസം മുൻപ് ലോഞ്ച് ആയിട്ടുള്ള ഈ മോഡൽ. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒട്ടും താമസിക്കേണ്ട, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇതാണ് ഫ്രീപോഡ്സ് പ്രോ വരുന്ന ബോക്സ്. പ്രൊഡക്റ്റിൻ്റെ വയർലെസ് റേഞ്ച് അഥവാ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റേഴ്സ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ എൻ്റെ ഒരു ടെസ്റ്റിംഗ് ഫേസിൽ എനിക്ക് 7 മീറ്റേഴ്സ് വരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോ കിട്ടിക്കൊണ്ടിരുന്നു. അതിനുശേഷം അതായത് 7 മീറ്റേഴ്സിന് അപ്പുറം പോകുമ്പോഴേക്കും ചെറുതായിട്ട് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. സോ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 മീറ്റേഴ്സ് വരെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഇത്. അപ്പോൾ ഇതാണ് ഫ്രീപോഡ്സ് പ്രോ വരുന്ന കേസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനൊരു ഗ്ലോസി ഫിനിഷാണ് വന്നിരിക്കുന്നത്. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ ഇമേജസിനകത്തേക്ക് നമുക്കൊരു മാറ്റ് ഫിനിഷിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾ മാറ്റ് ഫിനിഷ് എക്സ്പെക്ട് ചെയ്തിട്ട് ഇത് വാങ്ങിക്കരുത്. അപ്പോൾ ഫ്രീപോഡ്സ് പ്രോ ഫോണുമായിട്ട് പെയർ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഇയർബഡ്സ് ഈ ചാർജിങ് കേസിൽ നിന്ന് പുറത്തെടുത്ത് കഴിയുമ്പോഴേക്കും ഒരു 3 to 5 സെക്കൻഡ്സ് കഴിയുമ്പോഴേക്കും ഇത് ഓട്ടോ പവർ ഓൺ ആകും. ഈ ഓട്ടോ പവർ ഓൺ ആകുന്ന ടൈമിൽ നമ്മൾ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ടേൺ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിവൈസ് ലിസ്റ്റിൽ ഇത് കാണിക്കും. അപ്പോൾ ആ ഡിവൈസ് ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ഈ ഫ്രീപോഡ്സ് പ്രോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഡിവൈസ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെയർ ആകും. അപ്പോൾ ഫ്രീപോഡ്സ് പ്രോയിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 മീറ്റർ റേഞ്ചാണ് കമ്പനി പറയുന്ന ഒരു വയർലെസ് റേഞ്ച്. ഈ ഒരു ഇയർബഡ്സിൻ്റെ ബാറ്ററി ബാക്കപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 8 hours ഓഫ് പ്ലേ ബാക്ക് ടൈം കിട്ടുന്നതാണ്. ഒരു ഓവറോൾ ബാറ്ററി ബാക്കപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് വിത്ത് കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 32 hours ഓഫ് പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഇയർബഡ്സ് 4 തവണ നമുക്ക് ഫുൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ഒരു തവണ ഈ കേസ് ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ചാർജിൽ ഈ ഇയർബഡ്സ് നമുക്ക് 8 hours വരെ യൂസ് ചെയ്യാം. ആ 8 hours യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ കേസിനകത്ത് വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 8 hours യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് 32 hours യൂസ് ചെയ്യാം. അത് കഴിയുമ്പോഴേക്കും ഈ ചാർജിങ് കേസിന്റെ ചാർജ് തീരും. അത് കഴിയുമ്പോൾ ഈ ചാർജിങ് കേസ് നമ്മൾ ചാർജ് ചെയ്യാൻ. നമ്മുടെ ഫ്രീപോഡ്സ് പ്രോ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. വാട്ടർ റെസിസ്റ്റൻസ് കാണിക്കുന്നത് IP സർട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫ്രീപോഡ്സ് പ്രോയ്ക്ക് IPX5 സർട്ടിഫിക്കേഷൻ ആണുള്ളത്. IP സർട്ടിഫിക്കേഷൻ ഡിനോട്ട് ചെയ്യുന്നത് IP എന്നുള്ള ലെറ്ററിംഗ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആണ് കാണിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് സോളിഡ് പാർട്ടിക്കിൾസിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കാണിക്കാനുള്ള ഒരു ഫീൽഡാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ലിക്വിഡ് പാർട്ടിക്കിൾസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഡിനോട്ട് ചെയ്യാനുള്ള ഒരു ഫീൽഡ്. അപ്പോൾ നമ്മുടെ ഫ്രീപോഡ്സ് പ്രോ നോക്കുകയാണെങ്കിൽ IPX5 സർട്ടിഫിക്കേഷൻ ആണുള്ളത്. സോളിഡ് പാർട്ടിക്കിൾസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഫീൽഡ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന് X ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം സോളിഡ് പാർട്ടിക്കിൾസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഇല്ല, അഥവാ അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ടില്ല. രണ്ടാമത്തെ ഫീൽഡായ ലിക്വിഡ് പാർട്ടിക്കിൾസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഡിനോട്ട് ചെയ്യുന്ന ഫീൽഡിൽ നമുക്ക് ഡിജിറ്റ് 5 ആണ് ഉള്ളത്. അതിനർത്ഥം വലിയ ഹൈ പ്രഷർ അല്ലാത്ത ഒരു വാട്ടർ ജെറ്റിൽ നിന്ന് ഇതിന് റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ്. ഏത് ഡയറക്ഷനിൽ നിന്നുള്ള ഒരു വാട്ടർ ജെറ്റ്, വലിയ ഹൈ പ്രഷർ അല്ല, ഒരു മീഡിയം പ്രഷറിലുള്ള വാട്ടർ ജെറ്റിൽ നിന്ന് ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ IPX5 എന്ന് പറയുമ്പോഴേക്കും സോളിഡ് പാർട്ടിക്കിൾസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഇല്ല, പക്ഷേ ചെറിയൊരു പ്രഷറിലുള്ള വാട്ടർ ജെറ്റിൽ നിന്ന് ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ഒരു ചാർജിങ് കേസ് ഫുള്ളായിട്ട് ചാർജ് ആകാൻ 2 hours ആണ് എടുക്കുന്നത്. ചാർജിങ് പോർട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു Type-C പോർട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു റിയൽമിയുടെ ബഡ്സ് നിയോ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതിൽ മൈക്രോ USB പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മോഡൽ Type-C പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അൾട്രാ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഡിവൈസിനുണ്ട്. അങ്ങനെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് 10 മിനിറ്റ് ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 100 minutes ഓഫ് പ്ലേ ബാക്ക് ടൈം കിട്ടും.
ഈ ടൈപ്പ് സി പോർട്ടിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ കേസ് ചാർജ് ചെയ്യുമ്പോഴേക്കും ഈ LED ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. വൺസ് ഇത് ഫുള്ളി ചാർജ് ആയി കഴിയുമ്പോഴേക്കും ഇത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ഫുള്ളി ചാർജ് ആകാൻ വേണ്ടി 2 hours ആണ് എടുക്കുന്നത്. FreePods Proന്റെ ടച്ച് കൺട്രോൾസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻകമിംഗ് കോൾ റിജക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 1 second പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. അത് നമ്മുടെ റൈറ്റ് ബഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് ബഡിലോ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു ഇൻകമിംഗ് കോൾ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തൊരു കോൾ ഡിസ്കണക്ട് ചെയ്യാനോ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അതും നമ്മൾ ഐദർ റൈറ്റിലോ അല്ലെങ്കിൽ ലെഫ്റ്റിലോ ബഡിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. മ്യൂസിക് പ്ലെയർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സോങ് പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ ആ സോങ് പോസ് ചെയ്യാനോ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അതും ഐദർ റൈറ്റ് ബഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് ബഡിലോ ടാപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് സോങ് സെലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ബഡിൽ 2 seconds പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അതുപോലെ തന്നെ പ്രീവിയസ് സോങ്ങിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് ബഡിൽ 2 seconds പ്രസ് ചെയ്താൽ മതി. FreePods Proയിൽ ഒരു ഗെയിമിംഗ് മോഡ് അഥവാ ലോ ലാറ്റൻസി മോഡ് ഉണ്ട്. ഈ ഒരു മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ വിഷ്വലിൻ്റെ സൗണ്ട് നമ്മുടെ ഇയർബഡ്സിൽ എത്താനുള്ള ഒരു ടൈം മിനിമൈസ് ചെയ്യുന്ന ഒരു മോഡാണ്. ഇത് മെയിൻലി ഗെയിമിങ്ങിനൊക്കെയാണ് യൂസ് ആകുന്നത്. ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് ഒരു ക്വിക്ക് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡാണ് ഈ ഗെയിമിംഗ് മോഡ്. FreePods Proയിൽ ഗെയിമിംഗ് മോഡ് എനേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇയർബഡ്സ് സ്റ്റാൻഡ് ബൈ മോഡിലിരിക്കുമ്പോൾ, അതായത് ഫോണിൻ്റെ ബ്ലൂടൂത്ത് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം, പക്ഷേ വേറൊരു ആപ്ലിക്കേഷനും യൂസ് ചെയ്യരുത്. അങ്ങനെ സ്റ്റാൻഡ് ബൈ മോഡിലിരിക്കുമ്പം നമ്മുടെ റൈറ്റ് ഇയർബഡിൽ 3 times ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബീപ്പ് സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇത് ഗെയിമിംഗ് മോഡ് എനേബിൾ ആയി അഥവാ ലോ ലാറ്റൻസി മോഡ് എനേബിൾ ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഗെയിമിംഗ് മോഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിലും റൈറ്റ് ഇയർബഡിൽ 3 times ടാപ്പ് ചെയ്താൽ മതി. അപ്പോഴും ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അപ്പോൾ ഗെയിമിംഗ് മോഡിൽ നിന്ന് എക്സിറ്റ് ആവും. FreePods Pro ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോണിലെ വോയിസ് അസിസ്റ്റന്റിനെ നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റും. സിരി ആയിട്ടും അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് ആയിട്ടും ഇത് കോമ്പാറ്റബിൾ ആണ്. സിരി അഥവാ ഗൂഗിൾ അസിസ്റ്റന്റിനെ നമുക്ക് ട്രിഗർ ചെയ്യാനായിട്ട് ഈ ഒരു ഇയർബഡ് സ്റ്റാൻഡ് ബൈ മോഡിലിരിക്കുമ്പോഴേക്കും ലെഫ്റ്റ് ഇയർബഡിൽ നമ്മൾ 3 times ടാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും 3 times ടാപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് FreePods Proന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കാം. ആദ്യം തന്നെ പോസിറ്റീവ് സൈഡ്സ് നോക്കാം. ആദ്യത്തെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് ഇതിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് തന്നെയാണ്. 1499 രൂപയ്ക്ക് നിങ്ങൾക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് ഇത് സിരി ആയിട്ടും അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് ആയിട്ടും കോമ്പാറ്റബിൾ ആണ്. മൂന്നാമത്തെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്തിട്ടുള്ള ബ്ലൂടൂത്ത് വേർഷനാണ്. ബ്ലൂടൂത്ത് 5.0 ആണ് ഈ ഒരു FreePods Proയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നാലാമത്തെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു ഡിവൈസിന്റെ നോയിസ് ക്യാൻസലേഷൻ പെർഫോമൻസ് ആണ്. വലിയ കുഴപ്പമില്ലാത്തൊരു നോയിസ് ക്യാൻസലേഷൻ പെർഫോമൻസ് ഈ ഒരു ഡിവൈസ് തരുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ നെഗറ്റീവ് സൈഡ്സ് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ടച്ച് സെൻസേഴ്സിൻ്റെ പൊസിഷനിങ് ആണ്. അതായത് നോർമലി ഒരു ഇയർബഡിൻ്റെ ടച്ച് സെൻസേഴ്സ് വരുന്നത് ആ ഇയർബഡിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. ബട്ട് ഈ ഒരു FreePods Proയിൽ അതിൻ്റെ ടച്ച് സെൻസേഴ്സ് വരുന്നത് സൈഡിലായിട്ടാണ്. സോ നമുക്ക് അത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. നമ്മളിപ്പോൾ ഒരു കോൾ ആൻസർ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നെക്സ്റ്റ് സോങ് എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ ഇയർബഡിൻ്റെ സൈഡിൽ ടാപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ ഒരു പൊസിഷനിങ് അവിടെ ആയതുകൊണ്ട് മാത്രം നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ല. നമുക്ക് എപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് ഇയർബഡിൽ നിന്ന് കിട്ടില്ല. നമ്മൾ ഒരിച്ചിരി സൂക്ഷിച്ച് വേണം നമ്മൾ ഈ സൈഡിൽ നിന്ന് ടാപ്പ് ചെയ്യാൻ. കോഴ്സ് നമ്മൾ ഈ സൈഡിൽ നിന്ന് ടാപ്പ് ചെയ്യുമ്പോഴേക്കും ഈ ഇയർബഡ് ചെവിയിൽ നിന്ന് ഊരി പോരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ ഡിവൈസിൽ ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നുന്നത് ഈ ടച്ച് സെൻസേഴ്സിൻ്റെ പൊസിഷനിങ് ആണ്. രണ്ടാമത്തെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റിയാണ്. മേ ബി അതിൻ്റെ ഒരു ടച്ച് സെൻസേഴ്സിൻ്റെ പൊസിഷനിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം നമ്മൾ എപ്പോഴും ടാപ്പ് ചെയ്യുമ്പം ആ ഒരു റെസ്പോൺസ് ഇത് പിക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മൂന്നാമത്തെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു പിക്ചേഴ്സിലൊക്കെ നമുക്കൊരു മാറ്റ് ഫിനിഷാണ് കാണാൻ സാധിക്കുന്നത്. സോ ഒരു മാറ്റ് ഫിനിഷ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയ മൂന്നാമത്തെ നെഗറ്റീവ്. അപ്പോൾ ഒരു വേർഡിക്റ്റ് പോലെ പറയുകയാണെങ്കിൽ FreePods Pro ഒരു വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് ആണ്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ സൗണ്ട് ആണ്. അതുപോലെ തന്നെ മീഡിയം ആയിട്ടുള്ള ഒരു ബേസ് പെർഫോമൻസും നമുക്ക് ഇയർബഡ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആകെ ഉള്ളൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഇയർബഡിൻ്റെ ടച്ച് സെൻസേഴ്സിൻ്റെ പൊസിഷനിങ് മാത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.